ഞാനൊരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്ത് വന്നേക്കണതിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നത്. ഈ നാറുകൾ നമ്മളെ പറ്റിച്ചു. ഇനി ആർക്കും ഇതുപോലെ പറ്റരുത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ അത് ഫേസ്ബുക്കിലാണ് ഞാനിത് ഓർഡർ ചെയ്തത്. അത് ഒരിക്കലും അതങ്ങനെ ചെയ്യരുത്. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ മെയിനായിട്ടും ഇത് ഫോളോ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഫേസ്ബുക്കിലാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഫേസ്ബുക്കിൽ വരുന്ന ഒരു ലിങ്കിനകത്താണ് ചെയ്തത്. ഇതുപോലെയുള്ള പറ്റിപ്പീര് കേസ് ഒരുപാടുണ്ട്. ഞാൻ ഈ പൊരി വെയിലത്ത് ഇപ്പോൾ 2 ദിവസത്തെ പണിക്കൂലിയാണ് ഞാൻ അവർക്ക് കൊടുത്തു വിട്ടത്. ഇപ്പോൾ അത് എനിക്ക് വേസ്റ്റായിട്ട് പോയി. ചുമ്മാ വെറുതെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനം, എൻ്റെ ഫോണ് പോലും അതിനകത്ത് കയറില്ല. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ കാണിച്ചു തരാം. അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ആ സ്റ്റിക്കിൻ്റെ രൂപവും ഇതിൻ്റെ പാക്കറ്റ് പൊട്ടിച്ചു കഴിഞ്ഞപ്പോഴേ ഇത് പൊട്ടിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഏറെക്കുറെ രൂപം മനസ്സിലായി. കാരണം ഇത് കയ്യിലെടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ അവർ കാണിക്കുന്നത് മൊത്തം സ്റ്റീലിൻ്റെ ഇതിൻ്റെ കാല് ഇങ്ങനെ നമ്മൾ മേശപ്പുറത്ത് ഉറപ്പിച്ച് വെക്കാനുള്ള കാന്തം പോലെയുള്ളത്, ഈ ഫോൺ ഇങ്ങനെ ഇത് വെക്കാനുള്ളത്, ഈ ഫോൺ നിലത്ത് വെക്കാനുള്ളത്, അങ്ങനെയൊക്കെ ഒരുപാട് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇവർ കാണിക്കുന്ന ഒരു റിവ്യൂ വീഡിയോ ആണെന്ന് തോന്നുന്നു. അതിനകത്ത് കാണിക്കുന്നത് കണ്ടിട്ടാണ് ഞാനിത് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇതെല്ലാം ഫേക്കായിട്ടാണ് ഇപ്പോൾ വന്നേക്കുന്നത്. എനിക്ക് ആ സാധനം എടുത്തത് ഞാൻ ഇവിടെ വന്ന് അവർ വെള്ളക്കൽത്തേരി എന്നാണ് ഇതിൻ്റെ അഡ്രസ്സ് വെച്ചത്. അവർ ഉടുമ്പൻചോലയെ കൊണ്ട് തരുവുള്ളൂ എന്ന് പറഞ്ഞു. ആ രാജകുമാരിയിൽ നിന്ന് ഉടുമ്പൻചോല ചതുരംഗപ്പാറ വരെ അവർക്ക് ഇതുള്ളൂ. വെള്ളക്കല്ലെന്ന് പറയുന്ന സ്ഥലം ഞങ്ങൾക്ക് അറിയത്തില്ല ചേട്ടാ. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ഇന്ന് പെസക വ്യാഴാഴ്ചയും കൂടെ ആട്ടോ. അപ്പോൾ ഈ അരി പിടിപ്പിക്കാനായിട്ട് പോയപ്പോൾ ഏതായാലും വൈഫ് അവിടെ പോയി നിന്നു. അത് വാങ്ങാനായിട്ട് ഞാൻ അവരെ വിളിച്ചു പറഞ്ഞു. ഇപ്പോൾ ഇത് ഉണ്ട്, ഇപ്പോൾ ഈ എടുക്കുന്ന പേപ്പറാണ് ഒറ്റുകെട്ട് പേപ്പർ. ഇതിനാണ് നമ്മൾ ഈ ഈ പൈസ കൊടുത്ത് മേടിച്ചത്. 1500 രൂപ കൊടുത്തതാട്ടോ ഇതിന്. ഈ 2 കെട്ട് പേപ്പർ. അത് ആ പേപ്പറിൽ എഴുതിയേക്കണ ഭാഷ ഏതാണെന്ന് പോലും അറിയത്തില്ല. ഇപ്പം ഞാൻ അവരെനിക്ക് ഈ ഓർഡർ ഇൻഫോം പറഞ്ഞ് ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ ഈ വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് ഇത് ഏത് ഭാഷയാണെന്ന് പോലും ഈ പേപ്പറിനകത്ത് എഴുതിയേക്കണ അറിയാൻ പാടില്ല. കാരണം എനിക്ക് അതുപോലെ സങ്കടമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ അതുപോലെ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. ഇതുപോലെ ഒരിക്കലും ആരും ഇതുപോലെ കണ്ടിട്ട് ചെയ്യരുത്. ഇനിയിപ്പോൾ ഞാനിത് ആരോട് ചോദിക്കാനാണ്, ഇത് ആർക്കാണ് പരാതി കൊടുക്കണമെന്നൊന്നും എനിക്കറിയില്ല. അപ്പം അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതുപോലെയുള്ള പരസ്യം കാണുന്നത് ആരും ഇതുപോലെ ചെയ്യരുത്. പിന്നെ ബ്ലോഗ് വീഡിയോ ചെയ്യുന്നവരോട് ഈ കാശ് പോകുന്ന വീഡിയോകൾ, ഒരു പരമാവധി വീഡിയോകൾ നിങ്ങൾ ഒഴിവാക്കുക. അതിൻ്റെ പൈസ കുറച്ച് നിങ്ങൾ മേടിക്കാൻ നോക്കുക. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള സ്വന്തം അമ്മയായാലും പെങ്ങളായാലും അനുജനായാലും ചേട്ടനായാലും അവർക്ക് ഇതിൻ്റെ ലിങ്ക് കൊടുത്ത് അവരെ ഒന്ന് പരീക്ഷിച്ചിട്ട് വേണം, അവരുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്നുണ്ടോ, അവർക്ക് കിട്ടുന്നുണ്ടോ എന്നാന്ന് അറിഞ്ഞിട്ട് വേണം ഈ ബ്ലോഗർമാരാണെങ്കിൽ തന്നെ ഇവർ ഇത് ചെയ്യാനായിട്ട്. ഞാനൊരു ബ്ലോഗ് ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. ഇതുപോലെയുള്ള പറ്റുകൾ ആർക്കും പറ്റരുത്. അതുപോലെയുള്ള ഗെയിമുകൾ, അതുപോലെയുള്ള കാര്യങ്ങൾ, ഈ കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ഈ ഫോണൊക്കെ എടുത്ത് ചിലപ്പോൾ ഇനി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ഗെയിമൊക്കെ കണ്ടു കഴിയുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ അവരിതെല്ലാം ഞോണ്ടി നോക്കും. പക്ഷെ അതൊന്നും നമ്മൾ ഈ ബ്ലോഗർമാരായ നമ്മൾ അത് വളരെയധികം ശ്രദ്ധിക്കണം. ഇതുപോലെയുള്ള പറ്റിപ്പീര് കേസ് ഒരുപാട് വരുന്നുണ്ട്, ഒരുപാട്. ഇപ്പം എനിക്ക് പറ്റിയത് വേറെ ഒരാൾക്ക് പറ്റാതെ ഇരിക്കട്ടെ എന്നോർത്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യണത്. പരാതിപ്പെടുന്ന ഇത് ഈ ഓൺലൈനിൽ ഇത് വരുന്നത് അടുത്ത യൂട്യൂബിൽ വീഡിയോ ഇടുന്ന വേറെ തന്നെ ചെയ്യാനും കേട്ടോ. ഇപ്പോൾ ഇതിനകത്ത് നിന്ന് പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറേ പേപ്പറുകൾ മാത്രം കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇത്രയും പൈസ അടച്ചു. ഇതിനകത്ത് എൻ്റെ അഡ്രസ്സ് മാത്രമേ ഉള്ളൂ. അവരിത് കൊടുത്ത് കൊറിയർ അയച്ചേക്കുന്ന ആളുടെ ഓർഡർ ഇൻഫോം എന്ന് മാത്രമേ കിടപ്പുള്ളൂ. ഇത് മാർച്ച് 28, 2026. അത് മാത്രമേ ഇതിനകത്ത് കിടപ്പുള്ളൂ. അവരുടെ ഒരു അഡ്രസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിനകത്തൊന്നും തിരിച്ചു വിളിക്കാൻ പോലുള്ള സംവിധാനം ഇല്ല. എനിക്കിത് ഇങ്ങനത്തെ ഒരു സാധനം ഇതിനകത്ത് ഞാൻ
വീഡിയോ എടുക്കാനോ വീഡിയോ പിടിക്കാനോ പറ്റുമോ? ഇത് എങ്ങനെ ഇരിക്കുന്ന ഒരു സാധനം ഇതുണ്ടോ? ഇതെങ്ങനെയോ ഇത് മടക്കി വെക്കണമെന്ന് അറിയത്തില്ല. ഇങ്ങനെയായിരിക്കും. ഇതിങ്ങനെ മടക്കി വെച്ച് ഒരു സാധനം. ബാക്കി മൊത്തം വന്നേക്കണത് ഇതിനകത്ത് ഈ പേപ്പർ ഇതുണ്ട്. ഇത്രയും പേപ്പറാണ് ഇതിനകത്ത് വന്നേക്കണത്. ഇതുണ്ട്. ഇത് ഏത് ഭാഷയാണെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതുണ്ടോ? ഈ പേപ്പർ 2025-30 ഉണ്ട്. ഈ പേപ്പറിൻ്റെ ടൈപ്പ്. ഇതിനകത്തുള്ള പരസ്യം പോലും പൊളിച്ചു കളഞ്ഞിട്ടില്ല. ഇതുണ്ട്. ഇതൊന്നും നമ്മളിവിടെ കണ്ടിട്ട് പോലും ഇല്ലാത്ത പേപ്പറാണ്. അങ്ങനെയൊക്കെയാണെങ്കിൽ ഞാനും ഇത് എടുത്തു വെച്ചാന്ന് പറയാം. ഇതുണ്ടോ? ഈ പേപ്പറിനകത്ത് എടുത്തത് ഇങ്ങനെയാണ്. ഇതുണ്ടോ? ഇതൊരു ഷീറ്റ്. പിന്നെ ഇത് അതിനൊക്കെ ഞാൻ കൂടുതലുണ്ട്. ഇതുണ്ടോ? ഇത് ഇതുണ്ട്. ഇതൊക്കെ ആരുടെയാന്ന് പോലും അറിയത്തില്ല. നോക്കി. ഇതിനകത്തുള്ള പരസ്യം പോലും അവർ ഒഴിവാക്കിയിട്ടില്ല. അതുകൊണ്ട് ഇത് ആൾട്ടി പ്ലാൻ എന്നൊക്കെ പറഞ്ഞ് കുറേ പരസ്യവും കൊടുത്തിട്ടുണ്ട്. എന്തായാലും 3 ഷീറ്റ് പേപ്പർ കിട്ടി. ഞാൻ 1500 രൂപ കൊടുത്തപ്പോൾ അത് തന്നെ ഏതായാലും വലിയ ഉപകാരം. അവൻ്റെ മക്കളൊക്കെ അടുത്ത കൊറോണ വരുമ്പോൾ ചത്തുപോട്ടെ, അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും മിസൈൽ വരുമ്പോൾ അത് വീണ് ചത്തു പോവുള്ളൂ. എൻ്റെ കാശ് മുമ്പിൽ തിന്നേച്ച് ഇതിനൊക്കെ നടക്കട്ടെ. അപ്പോൾ ഇതിന് എവിടെയാണ് കംപ്ലയിൻറ്റ് ചെയ്യണേ എന്നാന്നൊന്നും അറിയത്തില്ല. ഇത് അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതെല്ലാം ഒരു സ്റ്റിക്കറുണ്ട് കേട്ടോ. അതുവരെ അവർ പൊളിച്ചു കളഞ്ഞു വെക്കും. അതുകൊണ്ടോ ഇതേലും എന്തോ ഒരു സ്റ്റിക്കറുണ്ട്. അതവർ പൊളിച്ചു കളഞ്ഞു വെക്കുക. നമ്മളതിൻ്റെ ഇത് കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അത് പൊളിച്ചു കളഞ്ഞേക്കുന്നത്. അതുകൊണ്ടോ ഇതെല്ലാം കീറി വെച്ചതാട്ടോ. അതുകൊണ്ടോ അടുത്ത് കഴിഞ്ഞിട്ട് ഇനി ഇതേൽ വല്ലോ ഫോൺ നമ്പറോ ഇതിൽ എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കട്ടെ. ചൈനയുടെ സാധനം എന്തായാലും ചൈനയുടെ എഴുത്ത് പോലെയാണ് കാണുന്നത്. നോക്കാം.